മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഗ്രഹാം സ്റ്റെയിനും കുടുംബവും കൊല്ലപ്പെട്ടത് മറന്നുകൂടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ജീവിച്ച് വിജയിക്കാൻ എല്ലാവർക്കും കഴിയാത്ത അവസ്ഥയെന്ന ജോസഫ് പെരുന്തോട്ടത്തിന്റെ വിമർശനത്തിനും മുഖ്യമന്ത്രിയുടെ മറുപടി. സിറോ മലബാർ സഭാഷ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ ആദരിക്കുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ സന്തോഷിക്കുന്ന ഹിന്ദു സഹോദരങ്ങൾക്ക് ആശംസയെന്ന ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തറയിലിന്റെ പരാമർശം. കേരളത്തിൽ ജീവിച്ച് വിജയിക്കാൻ എല്ലാവർക്കും കഴിയാത്ത അവസ്ഥയെന്ന ജോസഫ് പെരുന്തോട്ടത്തിന്റെ വിമർശനം. രണ്ടിനുമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഭാഗം ചിന്തിക്കുമ്പോൾ അത്തരത്തിൽ സമർപ്പിതമായ ജീവിതം നയിച്ച ഗ്രഹാം സ്റ്റെയിനും 2 മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത കൊടികുത്തി വാഴുന്ന നമ്മുടെ രാജ്യത്ത് ജീവൻ വെടിയേണ്ടി വന്ന ആ ദിവസവും നമുക്ക് ഓർക്കാതിരിക്കാൻ അതും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. ഇതിനേക്കാളുമെല്ലാം വലിയ സുഖസൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട അവസ്ഥയുള്ള പല രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടല്ലോ. അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു അത്? വളരെ മുൻപല്ലാരോ, കോവിഡിൻ്റെ ഘട്ടത്തിൽ. എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം? കോവിഡിൻ്റെ ഘട്ടത്തിൽ അവിടെ വെന്റിലേറ്റർ ഒഴിവില്ലായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം നമ്മുടെ നാട്ടിലേക്കാണ് അവർ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ടത്. നമ്മുടെ നാടങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു നാടായിപ്പോയി എന്ന് ഒരു തരത്തിലും വിഷമിക്കേണ്ടതായിട്ടില്ല. എന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. ഇതിന് മന്ത്രിമാരായ വി എൻ വാസവനും റോഷി അഗസ്റ്റിനും തൊട്ടു പിന്നാലെ മറുപടി നൽകി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗൗരവതരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷേ നമ്മുടെ അക്കാഡമിക് ക്വാളിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സമീപകാല കേരളം കൈവരിച്ച നേട്ടം കാണാതെ പോകരുത്. ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്നിരിക്കുന്നു, അഭിമാനിക്കാൻ വകയില്ലേ. സയൻസ് പാർക്ക് കേരളത്തിൽ വന്നിരിക്കുന്നു, അഭിമാനിക്കാൻ വകയില്ലേ. ഇവിടെ കൂടുതൽ ഇന്നൊവേഷൻ സെന്ററുകളും ഇൻക്യുബേഷൻ സെന്ററുകളും വന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു, അഭിമാനിക്കാൻ വകയില്ലേ. സ്കിൽഡ് ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് സെന്റർ വന്നിരിക്കുന്നു, അസാപ്പ് പോലുള്ള സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു. അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം പഠനാർഹമാകുന്ന സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. റോബോട്ടിക് എഞ്ചിനീയറിംഗിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വന്നിരിക്കുന്നു. നമ്മൾ ആ കാര്യത്തെ സംബന്ധിച്ചോളം വസ്തുതാപരമായി വേണം അത്തരത്തിൽ ജനപ്രതിനിധികൾ വിശദീകരിക്കാൻ എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.